2002 അഹമ്മദാബാദ് സ്ഫോടന കേസ് വളരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. 2008 നടന്ന ഈ അതിക്രൂരമായ ബോംബ് സ്ഫോടന കേസ്. 38 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 300ഓളം പേർക്ക് അതിദാരുണമായ ജീവച്ഛവം പോലെയുള്ള അപകടങ്ങൾ സംഭവിച്ച് കിടപ്പിലുമായി. ഇത്രയും ഭയാനകമായ ദാരുണമായ ഒരു കടുംകൈ ചെയ്തവർക്കാണ് ഇപ്പോൾ കോടതി വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. 28 പേർക്കാണ് വധശിക്ഷ. ഈ 28 പേരിൽ 3 പേർ മലയാളികളാണ്. ആ കൊടും ഭീകരരായി വധശിക്ഷ കിട്ടിയിരിക്കുന്നത് 3 മലയാളികൾക്കാണ്. 2008 ഈ അഹമ്മദാബാദിൽ ഈ സ്ഫോടനം നടന്ന് ഇത്രയും പേര് മരിച്ച്, ഇത്രയും പേർക്ക് അപകടമുണ്ടായി, ജീവച്ഛവം പോലെ കടന്ന് 2022 ഇതിൻ്റെ ആദ്യത്തെ വിധി വരുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഇതേ വിധി തന്നെ ആ കീഴ്ക്കോടതി കൊടുത്തിരുന്നു. വീണ്ടും ഇവർ കൂടുതൽ പൈസ ഇറക്കി അപ്പീൽ പോയി ഹൈക്കോടതിയിൽ. പക്ഷേ ഹൈക്കോടതിയും ആ വിധി ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും വലിയ ഒരു സ്ഫോടന കേസ് 2022 വിധിച്ച വിധി ഇപ്പോൾ വീണ്ടും അത് ഹൈക്കോടതി ശരിവെക്കുമ്പോൾ ആ വാർത്ത കേരളത്തിലെ ഒരു മാധ്യമവും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് നമ്മൾ കരുതലോടെ ഇരിക്കണം ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കും അത് ഇനിയും മനസ്സിലായിട്ടില്ല. സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു, മലയാള മാധ്യമങ്ങളോ ചാനലുകളോ അത് പറയുന്നില്ല. 2008 അഹമ്മദാബാദിൽ അന്യമതത്തിൽ ജീവിക്കുന്നവരാണ് അവിടെ മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്ഫോടനം നടത്തിയത്. എന്താണ് ഒരു പ്രത്യേക വാക്കുണ്ട്, ആ വാക്കുകൾ പറഞ്ഞാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ആളെപ്പോഴും പിടിച്ചിട്ടില്ല. ആലുവയിലെ കരുവാറ്റ സ്വദേശിയാണ് ഇതിൽ നേതൃത്വം കൊടുത്ത ഒരാൾ. അയാളെപ്പോഴും പിടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെട്ട മലയാളികളിലെ 3 പേർക്കാണ് ഈ വധശിക്ഷ വന്നിരിക്കുന്നത്. 2 പേര് ഈരാറ്റുപേട്ടയിലെ പീടിക്കൽ സ്വദേശി അബ്ദുൽ ഷിബിലി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷാദിലി, ഇതാണ് 2 പേര്. പിന്നെ മലപ്പുറം കൊണ്ടോട്ടിയിലെ ഷറഫുദ്ദീൻ. ഈ 3 പേരാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. പിന്നെ ജീവപര്യന്തം കിട്ടിയ ആൾക്കാർ വേറെയുണ്ട്, അതിലുണ്ട് മലയാളികൾ. ഒരു കാര്യം മനസ്സിലായില്ലേ, 100-200 ചില ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇനി അവർ പുറം ലോകം കാണില്ല. അതിന് പുറമേണ് ഇപ്പോൾ കണ്ടില്ലേ, ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷ അവിടെ ഭയങ്കര സമരം. ഇവിടുന്ന് ഒന്നും അറിയാത്ത അവതാരക പോലും അവിടെ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ എത്തി. കാടൻ വരെ പോയി അവിടെ പാടി. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഈ രാജ്യദ്രോഹം, രാജ്യത്തിനെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് ആരാ? ഇത്തരം കക്ഷികളാണ്. അവിടെ കണ്ടില്ലേ നമ്മൾ പടച്ചോനെ കുറിച്ച് പ്രസംഗിച്ച് ലോകാവസാനം എന്നൊക്കെ പറഞ്ഞു. ആ സമരത്തിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തം വന്നിട്ടുണ്ട്, മലപ്പുറത്തുകാരൻ. ജനമേ, കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ മറച്ചു വെച്ചിട്ട് നിങ്ങളെ അറിയിക്കാതെ ഇപ്പോൾ കണ്ടില്ലേ ഈ വിധി, നിങ്ങൾ അറിഞ്ഞില്ല, ഇവിടുത്തെ മാധ്യമം പറഞ്ഞില്ല. സ്ഫോടക വസ്തുക്കൾ വലിയ ലോറിയിൽ കയറ്റി വരുന്നു കേരളത്തിലേക്ക്. നിങ്ങൾ യുപിയിലേക്കും ബീഹാറിലേക്കും ഗുജറാത്തിലേക്കൊക്കെ തല തിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സ്വന്തം മുറ്റത്താണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ അത് അറിയിക്കുന്നില്ല നിങ്ങളുടെ ഭരണകൂടം. അതും നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുക്കളായ നേതാക്കൾ തൽക്കാലം കസേര പിടിക്കണം, അധികാരം പിടിക്കണം,
ഖജനാവ് കാലിയാക്കി കക്കണം. ഇവിടെ തീവ്രവാദം ഉണ്ടായാലും കുഴപ്പമില്ല, തീവ്രവാദികളുണ്ടായാലും കുഴപ്പമില്ല, ജിഹാദികളുണ്ടായാലും കുഴപ്പമില്ല. എൻ്റെ ജെട്ടി ഊരണ വരെയല്ല എനിക്ക് നടക്കാലോ. ജെട്ടി ഊരിയ പെൻ്റെയൊക്കെ പണി കഴിഞ്ഞു. അതവൻ ചിന്തിക്കുന്നില്ല. ഇവൻ്റെ ജെട്ടി എപ്പോഴാണ് ഇവന് തന്നെ അറിയില്ല എപ്പോഴത് ഊരാൻ പോണെന്നുള്ളത്. എന്നിട്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയം, ഈ നശിച്ച രാഷ്ട്രീയം കളിക്കുന്നത്. ഈ ചാനലുകാർ നോക്കി, അലഹാബാദിലെ ഈ സ്ഫോടനം കീഴ്ക്കോടതി വിധിച്ച വിധി ഇപ്പം ശരിവെച്ചു ഹൈക്കോടതി. ആ ന്യൂസ് ഇവിടെ പറയാൻ തയ്യാറില്ല ഒരു ചാനലുകാരും ഒരു ന്യൂസ് പേപ്പറും. ഇത് തന്നെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ പിടിച്ചപ്പോഴും. രണ്ടും പാലക്കാട് നിന്നാണ് ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ ലോറി പിടിച്ചത്. അത് കഴിഞ്ഞ് മലപ്പുറത്ത് നിന്ന് പിടിക്കുന്നു. 10-12 ആളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊന്നും ഇവിടുത്തെ ചാനലുകൾ പറഞ്ഞില്ല, ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞില്ല. ഇപ്പതാ ഈ തരത്തിലുള്ള ആസൂത്രണത്തിൻ്റെ ഫലമായുണ്ടായ സ്ഫോടനം നടത്തി. എവിടെ? അഹമ്മദാബാദിൽ 38 പേര് അപ്പം മരിച്ചു. 100-300 ആൾക്കാർ ജീവച്ഛവം. ഇനി അവർ ഞാൻ പറയില്ലേ, അങ്ങനെയാണ് അവർ കിടക്കുന്നത്. ആരാണത് ചെയ്തത്? അവരുടെ പേര് പറയാനെന്താ ഇവിടുത്തെ ഭരണകൂടത്തിനും ഇവിടുത്തെ ചാനലുകൾക്കും ഇവിടുത്തെ ന്യൂസ് പേപ്പറുകൾക്കും ഇത്ര ഒരു ബുദ്ധിമുട്ട്? എന്താ വിളിച്ച് പറയാത്തത്? ഈ പിടിച്ച ഈ സ്ഫോടക വസ്തു തന്നെ അതിനുപയോഗിക്കുന്നത്. അപ്പം കേരളത്തിൽ ഇതുപോലെ സ്ഫോടനം നടത്താൻ അവർ തുടർച്ചയായി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ ശക്തമായ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി NIA അത് ചിലപ്പോഴൊക്കെ തെറ്റുപറ്റും. അതാണല്ലോ അഹമ്മദാബാദിൽ ആ തെറ്റുപറ്റിയപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത്. കേരളത്തിലുള്ള മൂവ്മെൻറ്റ്, കേരളം വളരെ അലർട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ആണ്. കാരണം കേരളത്തിൽ നിന്ന് പോയിട്ടാണ് അഹമ്മദാബാദിൽ പൊട്ടിത്തെറി ഉണ്ടായാലും, ഡൽഹിയിൽ പൊട്ടിത്തെറി ഉണ്ടായാലും, തമിഴ്നാട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായാലും, ബാംഗ്ലൂരിൽ പൊട്ടിത്തെറി ഉണ്ടായാലും, ബോംബെയിൽ പൊട്ടിത്തെറി ഉണ്ടായാലും, എവിടെ പൊട്ടിത്തെറി ഉണ്ടായാലും അവിടെ മലയാളിയുണ്ട്. അപ്പോൾ കേരളം അലർട്ട് പ്ലേസാണ് ഈ ഏജൻസികൾക്ക്. അപ്പോൾ എവിടെ പ്രശ്നം ഉണ്ടാവും, മലയാളിയെ കുറച്ച് പിടിക്കും. ആ മലയാളിയുടെ കൂട്ടായ്മ തന്നെയാണ് ഇന്നത്തെ ഭരണം, 2014 ഭരണം. ആ ജിഹാദികളെ കൂട്ടുപിടിച്ച് ഭരണത്തിൽ വന്ന് ഇവിടെ കക്കാൻ നടക്കുന്നവർ ഒന്നോർത്തോ, എന്നെങ്കിലും നിങ്ങളുടെ ജെട്ടി ഇവർമാർ ഊരിത്താഴ്ത്തും. അന്ന് നിങ്ങൾക്ക് ആ കട്ട കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.